ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ അതീവ മഹത്വമുള്ള വ്യക്തികളിൽ ഒരാളാണ് അലി ഇബ്നു അബീ ത്വാലിബ്. അബൂ ത്വാലിബ് എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റെടുത്ത് വളർത്തിയ വലിയൊരു മഹാമനീഷിയുടെ മകനാണ് അലി റളിയല്ലാഹു തആല അൻഹു. ഇസ്ലാമിക ചരിത്രത്തിലെ ഖലീഫമാരിൽ 4-ാമത്തെ ആളാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്നത്. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത ബന്ധു എന്നതിലുപരി മരുമകൻ കൂടിയായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം വളരെയധികം കാണിച്ചു തരുന്നുണ്ട്. ഏകദേശം ക്രിസ്തുവർഷം 600, അതായത് ഹിജ്റയ്ക്ക് 23 വർഷം മുമ്പാണ് ബഹുമാനപ്പെട്ടവർ മക്കയിൽ ജനിക്കുന്നത്. ചില ചരിത്രരേഖകളിൽ കാണാം അദ്ദേഹം കഅബയുടെ അകത്ത് ജനിച്ച ഏക വ്യക്തിയാണെന്നൊക്കെ ചില ഹാക്കിമിനെ പോലുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരനായിട്ടുള്ള അബൂ ത്വാലിബിൻ്റെയും ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു തആല അൻഹയുടെയും മകനാണ് ബഹുമാനപ്പെട്ട അലി തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്രക്കും അടുത്ത ബന്ധമുണ്ട്, നബി തങ്ങളുമായിട്ടുള്ള വലിയ ബന്ധത്തെയാണ് ഇതൊക്കെ അറിയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മഹത്വമൊക്കെ നമുക്കറിയാം. ചെറുപ്പകാലത്തിൽ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്, അതായത് ഇസ്ലാം സ്വീകരിച്ച ആദ്യ ബാലൻ എന്ന പേരിൽ അറിയപ്പെടുന്നവരാണ് അലിയോർ തങ്ങൾ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമായിട്ട് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പത്തിൽ തന്നെ അലിയെ സ്വന്തം വീട്ടിൽ വളർത്തിയിട്ടുണ്ട് എന്ന് ഇബ്നു ഹിഷാം പറയുന്നുണ്ട്. സീറത്തുൻ നബവിയയിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അത്രക്കും സാമ്പത്തിക ബുദ്ധിമുട്ട്, ഞെരുക്കം അലിയോർ തങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്രക്കും പ്രയാസത്തിൽ, അത്രക്കും കള്ളികളൊക്കെ അറിയുന്ന, അതായത് അലിയോർ തങ്ങളുടെ സാമ്പത്തിക സ്ഥിതിവിശേഷങ്ങളൊക്കെ അറിയുന്നവരായിരുന്നു മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഒന്നാമത്തെ വാക്കായിട്ട് കാണുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർത്തിയ ഒരു മകനും കൂടിയാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ മഹത്വവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൂടെയുണ്ടായിരുന്ന സമ്പർക്കമൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമയെ കെട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഹിജ്റയ്ക്ക് ശേഷം ഹിജ്റയുടെ 2-ാം വർഷത്തിലാണ് ഈ വിവാഹം നടക്കുന്നത്. ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ സൈനബ്, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹുമ, ഇങ്ങനെ മക്കൾ അത് മഹാനായിട്ടുള്ള അലിയോർ തങ്ങൾക്കുണ്ടായിരുന്നു. സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവാണല്ലോ ഹസൻ റളിയല്ലാഹു തആല അൻഹു. മാത്രമല്ല കർബലയിലെ ഷഹീദാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു. ഇങ്ങനെ പറയപ്പെടുന്ന വലിയ മഹത്തുക്കളായിട്ടുള്ള വലിയ ഒരു പരമ്പരയുടെ കാരണഭൂതൻ കൂടിയാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ ഫാത്തിമ ബീവിയുടെ വഫാത്തിന് ശേഷം അലിയോർ തങ്ങൾ മറ്റു വിവാഹങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഫാത്തിമ ബീവിയുടെ കൂടെയുള്ള ജീവിതം, ചരിത്രം വളരെ കൗതുകത്തോടുകൂടെയും അത്രക്കും സ്നേഹദൃഢമായിട്ടുള്ള ഒരു ബന്ധമായിട്ടും വിശേഷിപ്പിക്കുന്നുണ്ട്. യുദ്ധങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പങ്കുവച്ചിട്ടുള്ള ആ ധൈര്യം, അതുപോലെ തന്നെ യുദ്ധത്തിൽ കാണിച്ച ആ ധീരതയെ സംബന്ധിച്ചൊക്കെ പണ്ഡിതന്മാർ വളരെ വാത്തോരാതെ സംസാരിക്കുന്നുണ്ട്. ധാരാളം പ്രമുഖരായിട്ടുള്ള ഖുറൈശി നേതാക്കളെ പരാജയപ്പെടുത്തി ബദർ യുദ്ധത്തിൽ, ഉഹദ് യുദ്ധത്തിൽ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നിൽ നിന്നത് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ്. ഖന്തക് യുദ്ധം, അതായത് അഹ്സാബ് യുദ്ധം എന്ന് പറയുന്ന ആ യുദ്ധത്തിൽ അംർ ഇബ്നു അബ്ദുവുദ് എന്ന് പറയുന്ന ശക്തനായ യോദ്ധാവിനെ കീഴ്പ്പെടുത്തി ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ. ഖൈബർ യുദ്ധത്തിൽ നമുക്കറിയാം, ഖൈബർ യുദ്ധത്തിൽ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസിൽ കാണും, നാളെ ഈ പതാക ഞാൻ ഒരു വ്യക്തിക്ക് നൽകും, അവൻ അള്ളാഹുവിനെയും അവൻ്റെ ദൂതരായ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അള്ളാഹുവും അവൻ്റെ ദൂതനും അവരെ വല്ലാതെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിൻ്റെ കൊടി കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നീട് ആ കൊടി കൊടുത്തത്, ആ കൊടി കിട്ടിയത് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഖൈബറിൻ്റെ വിജയം അദ്ദേഹത്തിൻ്റെ കഴിവഴിയിലൂടെയാണ് നടന്നത്, അദ്ദേഹം മുഖേനയാണ് നടന്നത്. ഖൈബറിൻ്റെ കോട്ടയുടെ ആ ഒരു വാതിൽ തൻ്റെ ഒരു കൈ കൊണ്ട് ഉയർത്തിയെന്നൊക്കെ അത്രക്കും ധീരമായ ഒരു സാഹചര്യം അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതൊക്കെ ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെ സംബന്ധിച്ച് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിയോട് എത്ര ബന്ധമുണ്ടായിരുന്നു. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഹാറൂൻ നബി ഏത് സ്ഥാനത്താണ് ഉള്ളത്, ആ സ്ഥാനത്തെ പോലെയാണ് എനിക്ക് നിന്നോടുള്ള സ്ഥാനം എന്ന് അലിയോർ തങ്ങളോട് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ തങ്ങൾ പറയും, എൻ്റെ ശേഷം ഒരു പ്രവാചകൻ വരില്ല, പക്ഷേ മൂസാ നബിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവരാണ് ഹാറൂൻ നബി അറിയാമല്ലോ, ചരിത്രം പരിശോധിച്ചവർക്കറിയാം. അത്രത്തോളം
എന്നോട് ഏറ്റവും ബന്ധപ്പെട്ടവനാണ്, എന്നോട് ഏറ്റവും സ്ഥാനമുള്ളവരാണ് അലിയെ നീ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി തങ്ങളുടെ മഹത്വം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെടുന്നുണ്ട്. സ്വർഗം കൊണ്ട് അശറത്തുൽ മുബശ്ശറ എന്ന് പറയുന്ന സ്വർഗം കൊണ്ട് വാഗ്ദത്തം ലഭിക്കപ്പെട്ട 10 വിഭാഗക്കാരിൽ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയോർ തങ്ങളെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ വളരെ ചരിത്രം വളരെ കൗതുകത്തോടുകൂടി ചേർത്ത് പിടിക്കുന്ന ഒരു പേരാണ് അലി ഇബ്നു അബീ ത്വാലിബ് എന്ന് പറയുന്നത്. മഹദിയായ ഫാത്തിമ ബീവിയെയും അലിയോർ തങ്ങളെയും ഒരു പുതപ്പിനുള്ളിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇത് എൻ്റെ അഹ്ലു ബൈത്താണെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കുടുംബമായിട്ട് ചേർത്ത് പിടിക്കുന്നുണ്ട്. അതും അദ്ദേഹത്തിൻ്റെ വലിയ ഒരു സ്ഥാനം അറിയിക്കുന്നുണ്ട്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വിജ്ഞാനവും അദ്ദേഹത്തിൻ്റെ സ്വഭാവവും എല്ലാം അതിമഹത്തരമായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഇസ്ലാമിക വിജ്ഞാനത്തിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യക്തിയായിരുന്നു. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്, ഞാൻ വിജ്ഞാനത്തിൻ്റെ നഗരമാണ്, അലി ഇബ്നു അബീ ത്വാലിബ് അതിലേക്കുള്ള വാതിലാണെന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ ഒരു ഗർത്തത്തെ സംബന്ധിച്ച്, ആ ഒരു ആഴത്തെ സംബന്ധിച്ച് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുകഴ്ത്തി പാടിയിട്ടുണ്ട്. മാത്രമല്ല നീതി കൊണ്ടും വിനയം കൊണ്ടും ധൈര്യം കൊണ്ടും ദൈവഭക്തി കൊണ്ടും തഖ്വ കൊണ്ടുമെല്ലാം, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ജ്ഞാനമൊഴിമുത്തുകൾ ഉതിർന്നു വീഴുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ, അതിൻ്റെയൊക്കെ മഹത്വം ചരിത്രം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അത്രക്കും മഹത്വമുള്ള വ്യക്തിയാണ്. അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിലെ 4ാമത്തെ ഖലീഫയായിട്ട് ഹിജ്റ 35 മുതൽ 40 വരെയുള്ള വർഷങ്ങളിൽ അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ധാരാളം സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജമൽ യുദ്ധം, സിഫീൻ യുദ്ധം, പിന്നെ അതുപോലെ തന്നെ ഖവാരിജിയാക്കളുടെ ഉദയം, ഇങ്ങനെ ധാരാളം ചരിത്രം അടയാളപ്പെടുത്തുന്ന കുറേ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അശറത്തുൽ മുബശ്ശറയിൽ പെടുന്ന ആളാണ്. കൂട്ടത്തിൽ തന്നെ ഖുലഫാ റാഷിദീങ്ങളിൽ പെടുന്ന 4ാമത്തെ വ്യക്തി കൂടിയാണ്. സുന്നി പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം ഇജ്മാ പ്രകാരം 1ാമത്തെ വ്യക്തി അബൂബക്കർ സിദ്ദീഖ്, 2ാമത്തെ ഉമർ റളിയല്ലാഹു അൻഹുമ, 3ാമത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, 4ാമത്തെ അലി ഇബ്നു അബീ ത്വാലിബ്. ഇങ്ങനെ 4ാമത്തെ സ്ഥാനം ലഭിച്ചിട്ടുള്ള സ്വഹാബാക്കളെ അത്രക്കും സ്റ്റേറ്റസ് ഉള്ള വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ ഒരു മഹത്തായ ഉന്നതി അദ്ദേഹത്തിന് വാഗ്ദത്തം ലഭിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മക്കളായ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണ്. സുനൻ തുർമുദിയിൽ നമുക്കിത് കാണാൻ പറ്റും. അത്രക്കും മഹത്വം ലഭിച്ചൊരു കുടുംബം. മാത്രമല്ല അദ്ദേഹം പിന്നീട് ഇസ്ലാമിന് വേണ്ടിയിട്ട് ഘോരമായ യുദ്ധങ്ങളിലൊക്കെ ശക്തമായ നിലപാട് അറിയിക്കുകയും പോരാടുകയും ധീരമായ ഷഹാദത്ത് വരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹിജ്റ 40 റമളാൻ 21 അദ്ദേഹം വഫാത്താകുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന് പറയുന്ന ഒരു ഖാരിജിയായ ഖവാരിജിയാക്കൽപ്പെടുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ടവരെ ആക്രമിക്കുന്നത്. കുഫയിലെ പള്ളിയിൽ സുബഹി നമസ്കാരത്തിൻ്റെ ഇടയിലാണ് വാളുകൊണ്ടുള്ള ഈ അക്രമം ഉണ്ടാകുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ടവരെ ഇറാഖിലെ നജഫിലാണ് മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ ചരിത്രത്തിൽ ഇസ്ലാം സ്വീകരിച്ച ആദ്യ ബാലൻ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവിൻ്റെ മകൻ, മാത്രമല്ല മരുമകൻ കൂടിയാണ്. ഖിലാഫത്തിൽ 4ാമത്തെ ഖലീഫയാണ്. അശറത്തുൽ മുബശ്ശറയിൽ പെടുന്നു. ബദർ, ഉഹദ്, ഖന്തക്, ഖൈബർ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലൊക്കെ പങ്കാളിത്തം വഹിച്ചു. ധൈര്യമുള്ള, ജ്ഞാനമുള്ള, നീതിയുള്ള വലിയ ഒരു മഹത്വമുള്ള ഒരു വ്യക്തിത്വമായി കണക്കാക്കപ്പെടുന്നു. ഷഹീദായ മരണമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇങ്ങനെ ചരിത്രത്തിൽ അത്രയ്ക്കും മഹത്വം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉദ്ധരണികളെ സംബന്ധിച്ച് ചരിത്രമൊക്കെ വളരെ അത്ഭുതത്തോടു കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇൽമിൻ്റെ കനത്തെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, തഖ്വ എന്നത് മഹാനായ അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളതാണ്. ഖുർആൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ലഭിച്ചതിൽ എന്താണോ ലഭിച്ചത് അതിൽ തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. മരണത്തിനായി തയ്യാറെടുപ്പ് കാണിക്കുക എന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന്. അത്തഖ്വ ഹിയൽ ഖൗഫു മിനൽ ജലീൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉദ്ധരണി രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ്. അത്രക്കും ആഴത്തിലുള്ള സൂഫിയാക്കൾക്ക് ഉൾക്കൊള്ളാവുന്ന രൂപത്തിലുള്ള മൊഴിമുത്തുകൾ അദ്ദേഹത്തിൻ്റെ രേഖകളിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്ന കിതാബുകളിൽ കാണാൻ പറ്റും. നീതിയെ സംബന്ധിച്ച്, നീതി എന്താണെന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, അൽ അദ്ലു അസാസുൽ മുൽക്ക്, നീതിയാണ് ഒരു ഭരണകൂടത്തിൻ്റെ, ഒരു ഭരണത്തിൻ്റെ അടിസ്ഥാനം. ഒരാൾ ഭരണാധികാരിയാണെങ്കിൽ അയാൾ നീതിമാനാകണം. ഒരു ഭരണം വിജയിക്കണമെങ്കിൽ അതിൽ നീതി വേണം. നീതിയാണ് ഭരണത്തിൻ്റെ അടിസ്ഥാനമെന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല വിജ്ഞാനത്തിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒരു വ്യക്തിയുടെ മൂല്യം അവൻ നന്നായി ചെയ്യുന്ന കാര്യങ്ങളിലാണെന്ന് പറയുന്നുണ്ട്. അവൻ ഒരു കാര്യം നന്നായി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവൻ്റെ മൂല്യം കണക്കാക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അവനക്ക് മൂല്യമില്ല എന്ന്. വിജ്ഞാനത്തിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് ഒരാൾ പഠിച്ചു,
പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുന്നില്ലെങ്കിൽ അയാൾക്ക് സ്ഥാനമില്ല, അയാൾക്ക് മൂല്യമില്ല എന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. മാത്രമല്ല മനുഷ്യബന്ധങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത്, മനുഷ്യർ 2 രൂപത്തിലുണ്ട്. അവർ നിൻ്റെ മതത്തിലെ സഹോദരന്മാരോ അല്ലെങ്കിൽ സൃഷ്ടിയിൽ നിനക്ക് സമാനമായവരോ ആണ്. ഇങ്ങനെ മനുഷ്യബന്ധങ്ങൾ 2 രൂപത്തിൽ കാണപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല. ഒന്നെങ്കിൽ മുസ്ലിം ആയിരിക്കും, അല്ലെങ്കിൽ സൃഷ്ടിയിൽ നമ്മെപ്പോലുള്ള ഒരു കോലമായിരിക്കും, നമ്മെപ്പോലുള്ള മറ്റു മതസ്ഥരായ ആളുകളായിരിക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും നോക്കാതെ സൗഹൃദം പരസ്പരം ഉണ്ടാക്കണമെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഉപദേശിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ലോകം സ്ഥിരവാസ കേന്ദ്രമല്ല, മറിച്ച് ഇതൊരു യാത്രാ മാർഗം മാത്രമാണ്. യാത്ര പോകുന്ന വഴിയിൽ നമ്മൾ താമസിക്കാത്തത് പോലെയാണ്. ഈ ദുനിയാവിൽ നമ്മൾ താമസിക്കില്ല, നമ്മൾ കൂടുതൽ കാലം നിൽക്കില്ല എന്നത്. ആഖിറമാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള വീട്, നാട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ദുനിയാവ് ഒരു യാത്രയിലെ ഒരു മധ്യസ്ഥലം മാത്രമാണ്. അവിടെ കൂടുതൽ നേരം നമ്മൾ നിൽക്കില്ല എന്നതുപോലെയാണ് ദുനിയാവിലെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ജീവിതത്തിൽ വളരെ സൂക്ഷ്മത കാണിച്ച, ജീവിതത്തിൽ ജ്ഞാനത്തിൽ പോലും ധർമ്മമുണ്ട് എന്ന്, അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിൽ പോലും ആഴമുണ്ട്, മൊഴിമുത്തുകളാണ് എന്ന് സൂചിപ്പിക്കുന്ന ധാരാളം വചനങ്ങൾ അദ്ദേഹത്തെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് പല പണ്ഡിതന്മാരും അദ്ദേഹത്തിൻ്റെ നീതിയെ സംബന്ധിച്ചും മറ്റുമൊക്കെ വളരെ വാഴ്ത്തിപ്പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ധീര സംഭവങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായ രൂപത്തിൽ ഖന്തക് യുദ്ധത്തിലൊക്കെ അദ്ദേഹം കാണിച്ച, നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ അംർ ഇബ്നു അബ്ദുബുദ്ദി എന്ന് പറയുന്ന ശക്തനായ യോദ്ധാവിനെ അരിയോർത്തകൾ പരാജയപ്പെടുത്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ധീരതയെ സൂചിപ്പിച്ചു കൊണ്ടുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം രാത്രി ദീർഘ നമസ്കാരങ്ങൾ നിർവഹിച്ചിരുന്നു, ദരിദ്രർക്കായി രഹസ്യമായി ദാനധർമ്മം ചെയ്തിരുന്നു. മാത്രമല്ല ഒരു ലോകത്ത് സമ്പത്തിന് സ്ഥാനമില്ല എന്ന് കാണിച്ച ഒരു വലിയ ലളിത ജീവിതം, അത് ബഹുമാനപ്പെട്ട മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പട്ടിണി അനുഭവിച്ചിരുന്നു എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ചരിത്രത്തിൽ അലിയോർത്തങ്ങൾ രാത്രി അനാഥർക്കും കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സേവനം അദ്ദേഹം നടത്തിയിരുന്നു. തൻ്റെ മരണത്തിന് ശേഷമാണ് ആളുകൾ അത് തിരിച്ചറിഞ്ഞതും മറ്റുമൊക്കെ പല ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു പ്രമുഖ ഫക്കീഹും വിധികർത്താവുമായിരുന്നു. വളരെ ഫക്കീറായിരുന്നു, പക്ഷേ അദ്ദേഹം ഇൽമു കൊണ്ട് വളരെ വലിയ സമ്പന്നനായിരുന്നു. ധൈര്യം കൊണ്ട് യുദ്ധത്തിൻ്റെ നായകനായിരുന്നു. നീതി കൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഭരണാധികാരി എങ്ങനെയാകണമെന്നുള്ളതിൻ്റെ ഒരു മഹിതമായ മാതൃകയായിരുന്നു അദ്ദേഹം. ലളിതമായ ജീവിതം, പക്ഷേ ദാനധർമ്മം വിട്ടുകൊണ്ട് അദ്ദേഹം വേറൊന്നും ചെയ്തിരുന്നില്ല. കാരണം ദാനധർമ്മം ഒഴിവാക്കിക്കൊണ്ട് അതിന് പകരമായിട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. കിട്ടുന്നതൊക്കെ ധർമ്മമായിട്ട് കൊടുക്കുമായിരുന്നു. ആത്മീയമായിട്ട് തഖ്വയും ഇബാദത്തുമൊക്കെ ഉൾച്ചേർന്നിട്ടുള്ള ജീവിതമായിരുന്നു അദ്ദേഹത്തിന്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ വഴിത്താരകളും പരിശോധിക്കുമ്പോൾ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രകൃതം, മുത്തു മുസ്തഫ എന്താണ് പറയുന്നത് അതാണ് ജീവിതത്തിൻ്റെ വഴിത്താര എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റസൂലിനെ സ്നേഹിച്ച ഒരു വലിയ മനീഷി അള്ളാഹു അവരുടെ എല്ലാം ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ മദദ് കൊണ്ട് നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.